നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ 3 ദിവസം മാത്രം ശേഷിക്കെ മുന്നണികളുടെ നെഞ്ചിടിപ്പേറുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ വിലയിരുത്തിയും കൂട്ടലും കിഴിക്കലും നടത്തി മെയ് 4 കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. എക്സിറ്റ് പോളുകളിൽ ശുഭാപ്തി വിശ്വാസത്തിലാണ് UDF. ഇതോടെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ കൂടുതൽ സജീവമായി. KC വേണുഗോപാലിന് താൽപര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയാകാമെന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവറിന്റെ പ്രതികരണമാണ് ഇന്ന് ശ്രദ്ധേയമായത്. നേതാക്കൾ നടത്തിയ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കാണാം. If he is interested, so naturally he has to join the all process. But if the legislature party authorize high command for final decision, then the high command will take a decision. ഇത്തരം ചർച്ചകൾ പാടില്ല എന്നുള്ള പാർട്ടി നേതൃത്വം വിലക്കിയിട്ടുണ്ട്. ഞാൻ അച്ചടക്കമുള്ളൊരു പാർട്ടി പ്രവർത്തനമാണ്. എന്തായാലും UDFന്റെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വരും. ഒരിക്കലും ഘടകകക്ഷികൾ മറ്റൊരു കക്ഷിയുടെ തീരുമാനങ്ങളിൽ ഇടപെടാൻ പാടില്ല. ആ രീതിയാണ് RSP പിന്തുടരുന്നത്. ഞങ്ങളുടെ അഭിപ്രായം ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും ആരായുകയാണെങ്കിൽ അന്നേരം പാർട്ടി കൂടി ചർച്ച ചെയ്ത് അതിനുള്ള എന്ത് അഭിപ്രായം പറയണമെന്ന് അന്നേരം തീരുമാനിക്കും. അതേസമയം എക്സിറ്റ് പോളുകൾ എതിരാണെങ്കിലും അനുകൂല ഘടകങ്ങൾ കണ്ടെത്തി വീണ്ടും ഭരണത്തിലെത്തുമെന്നാണ് LDF നേതാക്കൾ പറയുന്നത്. ആ പ്രതികരണത്തിൽ എക്സിറ്റ് പോളുകളെ കുറിച്ച് പൊതുവിൽ നമ്മുടെ മുൻകാല അനുഭവം വെച്ച് നടത്താനുള്ള ഒരു നിരീക്ഷണം, എക്സിറ്റ് പോള് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടുത്ത് എത്തിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, അടുത്തെത്താത്ത സന്ദർഭങ്ങളുമുണ്ട്. ഇത്തവണ മിക്കവാറും കേരളത്തെ സംബന്ധിച്ച് എക്സിറ്റ് പോളുകളിലെല്ലാം 9-ന്റെയും 8-ന്റെയും 5-ന്റെയും 4-ന്റെയും ഒക്കെ വ്യത്യാസമാണ്. അപ്പം അതുകൊണ്ട് ഈ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫലം ഉണ്ടാകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നേതാക്കളുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. വോട്ടെണ്ണൽ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 43 സ്ഥലങ്ങളിലായി 140 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ശ്രീത്തുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും. ശ്രീത്ത്, ഇനിയിപ്പോൾ നെഞ്ചടിപ്പേറുന്ന 3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ജനവിധി എന്താണെന്ന് അറിയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന് പിന്നാലെ UDF ക്യാമ്പിലുണ്ടായ പുതിയ ആവേശമാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. മുതിർന്ന നേതാക്കൾ പോലും ചില ആളുകളുടെ പേരുകൾ പറഞ്ഞ് രംഗത്ത് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്താണ്, ഏത് രീതിയിലാണ് നിലവിലെ മുന്നണികൾക്കകത്ത് നടക്കുന്ന ചർച്ചകൾ? LDFന്റെയും UDFന്റെയും ഒപ്പം NDAയുടെയും ഏറ്റവും ഒടുവിലത്തെ പ്രതീക്ഷകൾ എന്താണ്? എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുകൂലമായതോടെ UDF ക്യാമ്പിൽ, കോൺഗ്രസ് ക്യാമ്പിൽ മുഖ്യമന്ത്രി ചർച്ച വളരെ സജീവമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഭരണത്തിലെത്തുമെന്ന ആത്മവിശ്വാസവും കോൺഗ്രസിനും UDFിലെ എല്ലാ കക്ഷികൾക്കുമുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ചർച്ചകളുമാണ് കോൺഗ്രസ് ക്യാമ്പിനകത്തും UDF ക്യാമ്പിനകത്തും നടക്കുന്നത്. 85 സീറ്റ് മുതൽ 100 സീറ്റ് വരെ നേടുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾ പൊതുവിൽ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രതികൂലമാണെങ്കിലും ആ ഫലങ്ങളെ കടത്തിവെട്ടിക്കൊണ്ട് തിരുത്തിക്കൊണ്ട് ഉള്ളൊരു വിജയം കേരളത്തിൽ LDFന് ഉണ്ടാകുമെന്ന ഉറച്ച ആത്മവിശ്വാസമാണ് CPIM കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ഇതിന്റെ ആധാരമെന്ന് പറയുന്നത് പല എക്സിറ്റ് പോൾ ഫലങ്ങളും തെറ്റായിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ തന്നെ പരമാവധി 69 സീറ്റ് വരെ LDFന് പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മുന്നോട്ട് വരാൻ കഴിയുന്ന ഒരു ജനവിധി ഉണ്ടാകുമെന്ന് തന്നെയാണ് LDF കരുതുന്നത്. അതാണ് LDF ക്യാമ്പിലെ പ്രതീക്ഷ. എന്നാൽ NDA ആകട്ടെ 10 മുതൽ 14 സീറ്റ് വരെയുള്ളൊരു മുന്നേറ്റം NDA നടത്തുമെന്ന ചില പ്രവചനങ്ങൾ എക്സിറ്റ് പോൾ സർവേയുടെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ NDA ക്യാമ്പിൽ വലിയ തോതിലുള്ള ആത്മവിശ്വാസം നിറയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് കുറഞ്ഞത് നിയമം ഉൾപ്പെടെയുള്ള സീറ്റുകളിലെങ്കിലും ഇത്തവണ അക്കൗണ്ട് തുറന്നുകൊണ്ട് കേരള നിയമസഭയിൽ തങ്ങൾ വലിയൊരു സാന്നിധ്യമായി മാറുമെന്ന പ്രതീക്ഷയാണ് NDA ക്യാമ്പ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ UDFിലെ മുഖ്യമന്ത്രി ചർച്ചയും പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പേര് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ പോലും നിർദ്ദേശിക്കുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇന്ന് പ്രവർത്തക സമിതി അംഗമായ താരിഖ് അൻവർ 24 നൽകിയ പ്രതികരണം എന്ന് പറയുന്നത്. അവിടെ KC വേണുഗോപാലിന് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വരാം എന്നാണ് താരിഖ് അൻവർ പറയുന്നത്. VD സതീശൻ കഠിനാധ്വാനിയായ നേതാവാണെങ്കിലും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡും മറ്റുമാണ് എന്ന കാര്യമാണ് താരിഖ് അൻവർ പൊതുവായി ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ പലതരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസ് അകത്ത് നടക്കുന്നു. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ഈ 3 പേരുകൾ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചയാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സജീവമായി നടക്കുന്നത്. ശരി, ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.